വീണ്ടും സ്വാഗതം. അരുണെ, പാലക്കാട്ട് ഇനി ഒരു കോമഡി ഷോ ആയിട്ട് മാറും, ഒരു പിഷാരടി ഷോ മൊത്തത്തിലൊരു കോമഡി ഷോ ആയിട്ട് മാറിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇപ്പം ഇന്നലെ ഒരു വിഷയം ഉണ്ടായല്ലോ. അതിനു മുമ്പ് ഞങ്ങൾ ഈ മലമ്പുഴയിൽ ജനസഭ നടത്തിയപ്പോൾ അവിടെ വന്നവരാ പറഞ്ഞത്, BJPയുടെ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. പ്രഭാകരൻ പോയി അവിടെ വോട്ട് അഭ്യർത്ഥിച്ചു. ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ, സാമാന്യ ബോധമുള്ള ഒരാൾ പോവും അങ്ങനെ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാവിലെ മാധ്യമങ്ങൾക്ക് പ്രതികരണം തന്ന സമയത്തും ഈ സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് പീഡിപ്പിക്കപ്പെടുന്നവരുടെ വ്യക്തിപരമായ കാര്യങ്ങളില്ല, അതിലെന്തിനാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു. തീർത്തും ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത്. അതെ അതെ, ആ സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നു രാത്രി ഈ പ്രചാരണം മാർക്കറ്റിന്റെ പുറകുവശത്തൊക്കെ ഉള്ള മേഖലയാണിത്, മണക്കൽ തൊടി എന്നൊക്കെ പറയുന്ന വടക്കന്തറ ഭാഗം. അവിടേക്ക് എത്തിയപ്പോൾ സ്ത്രീകൾ, വീട്ടമ്മമാര്, പെൺകുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അതിൽ BJPക്കാരാണ് അത് തടഞ്ഞത് എന്ന തരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും അതിൽ സ്ത്രീകളും കുട്ടികളുമാണ് അവിടെ. നമുക്ക് ആ വിഷ്വല് പരിശോധിക്കാൻ അവര് കയറി ഇവരോട് പ്രതികരിക്കുകയായിരുന്നു. അതിൽ സ്ഥാനാർത്ഥി എന്ന് മാത്രമല്ല അവർ പറയുന്നത്, പെണ്ണുപിടിയന്മാരായ കോൺഗ്രസ്സുകാരിവിടെ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള തടയുന്ന സാഹചര്യമാണ്. അത് സ്വാഭാവികമായിട്ടൊരു അവരുടെ ഒരു രോഷമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം സ്ഥാനാർത്ഥി പറയുന്നത് തനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ്. സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തെറ്റ് കാണുമ്പോൾ അവിടെ പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതെ അതെ, നമുക്ക് എന്തായാലും പാലക്കാട്ടെ യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. എങ്ങനെയുണ്ട് ഇതിന്റെയൊക്കെ വില? ഇപ്പോ എങ്ങനെ പറയാ, വിലയൊക്കെ കമ്മി തന്നെ. അങ്ങനെ പോണു. ഇലക്ഷന്റെ ഒരു തിരക്കില് കച്ചവടമൊക്കെ വളരെ കമ്മിയാണ്. ഇലക്ഷന്റെ ചൂടുണ്ടോ? ഇലക്ഷന്റെ ചൂടുണ്ട്. ഇപ്പൊ പ്രകൃതിയിലും ചൂട് തന്നെ. ഇങ്ങനെ പോണു. പാലക്കാട് ചൂടും ഇലക്ഷൻ ചൂടും. ഇവരുടെ കയ്യിലുള്ളത് കുറെ വിവിധ തരം മുളകുകളാണ്. ക്യാപ്സിക്കം അല്ലെ, ബജ്ജി മുളക്, നല്ല എരിയുള്ള മുളകുകളാണ്. ഈ രാഷ്ട്രീയം എങ്ങനെ, നന്നായി എരിയുന്നുണ്ടോ? രാഷ്ട്രീയം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഭാഗം നോക്കിയാൽ പെണ്ണുപിടിയന്മാര്, മറ്റേ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണക്കള്ളന്മാര്. ഇപ്പൊ ഇന്നലെ നടന്ന സംഘർഷം തന്നെ നോക്കിക്കോളൂ. വടക്കന്തറയില് ഇപ്പോ മറ്റേ നമ്മുടെ പിഷാരടി ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടും തെറ്റു പറയാൻ പറ്റില്ല. അവരുടെ മുന്നിൽ നിന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പെണ്ണുപിടിയന്മാര് അങ്ങനെയുള്ള പേര് വന്നു. അതുകൊണ്ട് അവരുടെ ഇപ്പൊ ഒരു കൗൺസിലർ ഒളിവിലല്ല, അശോക് എന്നുള്ള ആൾ ഒളിവിലാണ്. അതുകൊണ്ട് അവിടെയുള്ള ഈ പെണ്ണുങ്ങൾ, അവിടെയുള്ള സ്ത്രീകൾക്ക് അവിടെ ധൈര്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എത്ര ഒരു പേടിച്ചിട്ടാണ് അവരിങ്ങനെ ഒരു ഇതുണ്ടാക്കിയത്. അത്രയാണ് പറയാനുള്ളത്. പറഞ്ഞ പെണ്ണുപിടിയന്മാര് വേണ്ട. അവര് എങ്ങനെയാ ചോദിച്ചപ്പോ ഒരു ടീമിൽ തന്നെ ഇപ്പൊ രണ്ടാളിപ്പോ ഇങ്ങനെ ആയി കഴിഞ്ഞു. ഇനി ബാക്കിൽ എത്ര ആളുണ്ടെന്ന് ഒന്നും അറിയില്ല. കോൺഗ്രസ്സുകാർ വരുമ്പോ പേടിയാവുകയാണെന്നുള്ളത്. അതെ, കോൺഗ്രസ്സുകാര് എന്നുള്ള അവരിപ്പോ നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോ പേടിയാവുക. ഇപ്പൊ നമ്മുടെ ആ ഒരു ഭാഗത്ത് പുരുഷന്മാരൊക്കെ ജോലി കാര്യങ്ങളായിട്ട് പോയിരിക്കും. പെണ്ണുങ്ങൾ മാത്രമേ അധികം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഭാഷ, പാലക്കാട് ഭാഷ ഇങ്ങനെയാണ് അത് പറയാ. പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ പേടിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായി. അതായത് നമ്മളിപ്പോ അപ്പൊ പാലക്കാട്ടെ സ്ത്രീകൾക്ക് സംരക്ഷണ കവചം തീർക്കാൻ അതെ അപ്പോൾ അതിന് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു ജനപ്രതിനിധി വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ വന്നാൽ നല്ല രീതിയിൽ പോകുമെന്നാണ് വിചാരിക്കണേ. ഇപ്പോൾ നടക്കണതല്ലേ നല്ലൊരു എന്താ പറയുക മാറ്റം വരും അങ്ങനെ വിചാരിക്കണം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് രമേശ് പിഷാരടി അദ്ദേഹം ഇപ്പോഴാണ് രാഷ്ട്രീയത്തിൽ സജീവമായത് എന്ന് അവകാശപ്പെടുന്നത്. പക്ഷേ ഒരു പോപ്പുലർ ഒരു കൊമേഡിയനാണ്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? പാലക്കാട്ടുകാരുടെ മനസ്സ് ഒന്ന് അങ്ങോട്ടേക്ക് ചായുവോ? ഇല്ല, തീർച്ചയായും ചായാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ അവരൊക്കെ ഇപ്പോഴാണ് ഈ രാഷ്ട്രീയം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിരിക്കണേ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവരുടെ ബാലകാലം തൊട്ടേ ഈ BJP അല്ല AVPക്ക് വേണ്ടി നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും മതി. ഇപ്പോൾ പാലക്കാട്ടിൽ ഇല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഈ ഏറ്റവും ശക്തമായ വുമൺ എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനായിരിക്കും കാണിക്കുന്നത്. ചാൻസ് ഇല്ല പിഷാരടി ചേട്ടന് ചാൻസ് ഇല്ല തോന്നണം. ബിരിയാണി തിന്നവര് പിന്നെ അതിൽ വീണ് പോവോ? NMRന്റെ കാര്യം, റസാഖാന്റെ കാര്യം പറഞ്ഞ ആള് പാവമാണ്. നല്ല രീതിയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രയത്നിക്കുന്ന ആൾ തന്നെയാണ്. കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അയാളുടെ ഭാഗം നോക്കുമ്പോൾ ശരി തന്നെയാണ്. ആളുടെ ഭാഗത്ത് നിന്ന് തെറ്റായിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ സാധാരണ CPMകാരൊക്കെ അവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലല്ലേ സ്ഥാനാർത്ഥികളെ നിർത്തുക. പക്ഷേ ഇപ്രാവശ്യം ചിഹ്നം വേറെയല്ലേ, അതെന്താ? എന്തെങ്കിലും കാരണം ഉണ്ടാവും, ഉള്ളിൽ കൂടെ എന്തെങ്കിലും കളി ഉണ്ടാവും. കഴിഞ്ഞ ഇലക്ഷനും ഉണ്ടായിരുന്നില്ലല്ലോ, ഇതുണ്ടായിരുന്നില്ല, അരിവാളം ചുറ്റിക ചിഹ്നം ഉണ്ടായിരുന്നില്ലല്ലോ.
അവരെന്തായാലും കൊടുക്കില്ല. പുതിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ കൊടുക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി. നിങ്ങളൊക്കെ വോട്ട് ചെയ്യുമല്ലോ അല്ലേ? വോട്ടുണ്ട്. ഉറപ്പായിട്ട് വോട്ട് ചെയ്യും. BJP ശോഭ ചേച്ചിക്ക് തന്നെ. പെണ്ണുപിടിയന്മാർക്ക് വോട്ട് ചെയ്യില്ല. സ്വർണ്ണക്കള്ളന്മാർക്കും പെണ്ണുപിടിയന്മാർക്കും വോട്ട് ചെയ്യില്ല. അപ്പോ അതാണ് യുവാക്കളുടെ കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അല്ലേ? പാലക്കാട്ടെ ഈ യുവാക്കൾ ജെൻസി എന്ന് പറയുന്ന പിള്ളേരൊക്കെ മൊബൈലിൽ മാത്രം നോക്കി അങ്ങനെയല്ല, അവരൊക്കെ കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രബുദ്ധരാണ്. അതെ, നല്ല രാഷ്ട്രീയ പരിജ്ഞാനം അവർക്ക് ഉണ്ട്. എല്ലാ കാര്യങ്ങളോടും കൃത്യമായിട്ട് സംവദിക്കുന്നു, അവരത് മനസ്സിലാക്കുന്നു. വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള, വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അരുൺ, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. എന്തായാലും പാലക്കാട് ജില്ലയിൽ 3 ജനസഭ സംഘടിപ്പിച്ചു. 3 ജനസഭയിലും നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ആളുകൾ കൃത്യമായിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി, വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും പാലക്കാട് ജില്ലയിൽ, പാലക്കാട് മാത്രമല്ല മറ്റു കുറേ മണ്ഡലങ്ങളിലും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുൻപ് പാലക്കാട് ജില്ലയിൽ മുൻകാലങ്ങളിൽ പാലക്കാട് മലമ്പുഴ എന്ന് മാത്രമായിരുന്നു നോക്കിയിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് മാറി അവർക്ക് കൃത്യമായിട്ട് ഈ ഷൊർണൂര് ശങ്കുട്ടിദാസ് വന്നതോടുകൂടെ കഴിഞ്ഞ തവണ അവിടെ 700 വോട്ടിനാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. BJP 3-ാം സ്ഥാനത്തായത് 700 വോട്ടിനാണ്. ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ മേജർ രവി വന്നതോടെ അവിടെ വലിയ ഒരു ഓളമായി മാറിയിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ ലോക്സഭയിൽ 43,000-ഓളം വോട്ട് BJP അവിടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നിലധികം മണ്ഡലങ്ങൾ ഇപ്പോൾ ഇത്തവണ, അല്ലെങ്കിൽ നേരത്തെ പാലക്കാട് മലമ്പുഴ എന്ന് മാത്രമാണ് BJP ചിന്തിച്ചതെങ്കിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ പാലക്കാടും മലമ്പുഴയും നിശ്ചയമായും വിജയിക്കാൻ കഴിയുമെന്ന്. ഇത് ഒരാൾ കൂടി പ്രതികരിക്കാൻ വെമ്പി നിൽക്കുന്നു. ഒരു നിമിഷം. യെസ്, അരുണ ചോദിച്ചോ, എന്താണ് പറയാനുള്ളത്? എന്ന് പറയാനുള്ളത്, ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയുണ്ട് ഈ ഒരു ഇവിടുത്തെ മത്സരം? സൂപ്പർ നല്ല മത്സരം. ആർക്കാണ് സാധ്യത? ആർക്കാണ് സാധ്യത? സാധ്യത പറഞ്ഞാൽ 3 തുല്യരാണ്. ആരും നല്ല ശക്തരാണ് 3 പേരും. തുല്യ മത്സരമാണ്. ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം. അപ്പോൾ ആർക്ക് കൂടുതൽ സാധ്യത എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്തായാലും പാലക്കാട്ടെ രാഷ്ട്രീയം ചുട്ടുപൊള്ളുന്നതാണ്. പാലക്കാട് ഇന്നലെ 38 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രചരണ ചൂടിലാണ് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. അപ്പോൾ പാലക്കാട്ടെ ജനങ്ങളുടെ പ്രതികരണമാണ് പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചത്. അരുൺ, ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഏതായാലും പാലക്കാട് ഇത്തവണത്തെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മത്സരമാണ്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രവചനാതീതമാണെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ മാർക്കറ്റിലും അതുപോലെ കൽപ്പാത്തിയിലും ഒക്കെ കാണുന്നത് വലിയ രീതിയിലൊരു ശോഭാ സുരേന്ദ്രൻ തരംഗമുണ്ടോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്നുള്ളതാണ്.